ഹലോ മൈ ഡിയർ ലേണേഴ്സ്, ഇന്ന് നമുക്ക് യൂണിറ്റ് 2-ൽ ദ ആൻറ്റിഡോട്ട് ബൈ ആർ കെ നാരായൺ ഷോർട്ട് സ്റ്റോറി സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആർ കെ നാരായണൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ മറുമരുന്ന്, അങ്ങനെയൊക്കെ ഒരു മീനിങ് വരുന്നതാണ് ആൻറ്റിഡോട്ട് എന്ന ഒരു വേർഡ്. ഇത് ആർ കെ നാരായൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത് ഹി എക്സ്പ്ലോർസ് ദി ഡീപ്പ് റൂട്ടഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൂപ്പർസ്റ്റിഷൻ ഓൺ ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ബിഹേവിയർ. സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സിനെ കുറിച്ച്, നമ്മുടെ മനുഷ്യർക്കുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഈ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സൈക്കോളജിയെയും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ ആർ കെ നാരായൺ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഇന്ത്യയിലെ തന്നെ ചെറിയൊരു ടൗണിൽ നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ദ സ്റ്റോറി സെൻറ്റേഴ്സ് അറൗണ്ട് ഗോപാൽ. ആൻഡ് ഹീ ഈസ് ആൻ ആക്ടർ ഹൂസ് ലൈഫ് ഈസ് പ്രൊഫൗണ്ട്ലി എഫക്റ്റഡ് ബൈ എ പ്രഡിക്ഷൻ മെയ്ഡ് ബൈ ആൻ ആസ്ട്രോളജർ. ഗോപാൽ എന്നാണ് ഇതിലെ ഈ സ്റ്റോറിയിലെ ക്യാരക്ടറിൻ്റെ പേര്. ഈ ഗോപാൽ ഒരു ആക്ടറാണ്. ആക്ടർ എന്നതിനേക്കാൾ അയാൾക്ക് ഈ ഒരു സൂപ്പർസ്റ്റിഷ്യൻസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അയാളുടെ ലൈഫിൽ ഒരു മാറ്റം വരികയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അസ്ട്രോളജർ അയാളുടെ ലൈഫിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. അത് ആ ഗോപാലിൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും മാറ്റുന്നു. പിന്നെ എന്താണ് ഗോപാൽ എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ നടന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റോറിയിൽ ഗോപാലിനെ ഒരു ആക്ടർ ആയിട്ടാണ് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അണ്ടർ എ ഡിമാൻഡിങ് ഡയറക്ടർ നോൺ ഫോർ ഹിസ് അതോറിറ്റേറ്റീവ് ആൻഡ് ഇൻസിസ്റ്റൻസ് ഓൺ അൺക്വസ്റ്റനിങ് ഒബീഡിയൻസ്. അപ്പോൾ ഗോപാൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയുള്ളൊരു ഡയറക്ടറുടെ അണ്ടറിലാണ്. ആ ഡയറക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അതോറിറ്റേറ്റീവ് ക്യാരക്ടറാണ്. അയാൾ എന്ത് പറയണോ അത് എല്ലാവരും അനുസരിച്ചിരിക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കൊന്നും നമ്മുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സോ ഒന്നും അയാളോട് പറയാൻ പറ്റില്ല. അയാൾ പറയണത് അതേപടി എല്ലാവരും അനുസരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ഡയറക്ടർ. ആൻഡ് ദ ഡയറക്ടർ ഈസ് പ്രിപ്പയറിങ് എ ന്യൂ പ്ലേ ആൻഡ് അസൈൻസ് ഗോപാൽസ് ദ റോൾ എ ക്യാരക്ടർ ഹു ഡൈസ് ഇൻ എ ഡ്രമാറ്റിക് സീൻ. ഈ ഡയറക്ടർ ഒരു പുതിയ നാടകം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഗോപാലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു സീനിൽ ഗോപാൽ മരിക്കും. ആൻഡ് ഓൺ ദ സർഫസ് ദിസ് സീംസ് ലൈക്ക് ജസ്റ്റ് അനദർ റോൾ ഫോർ ഗോപാൽ. ഹവർ ദ അസൈൻമെൻറ്റ് കോയിൻസൈഡ് വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ട്രബിളിംഗ് ഡേ ഇൻ ഗോപാൽസ് ലൈഫ്, ഹിസ് 49th ബർത്ത്ഡേ. അപ്പോൾ ഈ ഒരു നാടകത്തിൽ ഗോപാലിൻ്റെ റോൾ എന്ന് പറയുന്നത് ഗോപാൽ മരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ ഈ ഒരു റോളും ഗോപാലിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തമ്മിൽ ഉള്ള ആ ഒരു കണക്ഷനാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആസ്ട്രോളജർ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്, ഹീ വുഡ് നോട്ട് ലിവ് ടു സീ ഹിസ് 49th ബർത്ത്ഡേ. നിങ്ങളുടെ 49ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും മരിക്കും, അല്ലെങ്കിൽ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ അസ്ട്രോളജർ ഓൾസോ അഡ്വൈസ് ദാറ്റ് ഇഫ് ഗോപാൽ ഡിഡ് സർവൈവ് ടു ദിസ് ഡേ ഹി ഷുഡ് അവോയ്ഡ് ഡൂയിങ് എനിത്തിങ് അൺപ്ലസൻറ്റ് ആസ് ഇറ്റ് കുഡ് ബി ഹിസ് ലാസ്റ്റ്. അപ്പോൾ നിങ്ങളങ്ങനെ ഈ ഒരു ദിവസം സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവാം എന്നും കൂടെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രൊഡിക്ഷൻ ഇത് കേൾക്കുമ്പോൾ ഗോപാലിനെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്തു. അയാൾ ഓരോ നിമിഷവും ആ ഒരു പേടിയിലാണ്. വരാൻ പോകുന്ന ആ അപകടം ഓർത്തിട്ട് ഇങ്ങനെ പേടിച്ചിട്ടാണ്
ജീവിക്കണം. ആ ഒരു ദിലീപിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഗോപാലിനും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഗോപാലിൻ്റെ 49th ബർത്ത്ഡേ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ 49ാമത്തെ ബർത്ത്ഡേ ദിവസം ഗോപാൽ ബിക്കം ഗ്രിപ്ഡ് ബൈ ഇൻറ്റൻസ് ആങ്സൈറ്റി. അയാൾക്ക് വല്ലാത്ത ആങ്സൈറ്റിയും പേടിയും, അയാൾ ആ ഒരു മരിക്കുന്ന സീനും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അയാളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ഇയാൾ he gathers the courage to approach the director and request a change in the scene. അപ്പോൾ ആ ബർത്ത്ഡേ ദിവസമാണ് ഗോപാലിൻ്റെ ഡയറക്ടർ ഈ ഒരു റോൾ അയാൾക്ക് കൊടുക്കുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതും ഈ സെയിം ഡേ ആണ്, ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഗോപാൽ ഡയറക്ടറെ അപ്രോച്ച് ചെയ്തിട്ട് പറയും, ഗോപാൽ എക്സ്പ്ലെയിൻസ് ഈ സൂപ്പർസ്റ്റിഷൻ, അയാളുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. എങ്ങനെ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു സീൻ മാറ്റുമോ, ഞാൻ മരിക്കുന്നതായിട്ട് എടുക്കുന്ന സീനൊന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടറിൻ്റെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ഒരു ദയവുമില്ല, അയാൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം. അപ്പം അങ്ങനെ അയാൾ ഈ മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഗോപാലിനെ ഒരുപാട് വഴക്ക് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ സീൻ ഞാൻ ചേഞ്ച് ചെയ്യില്ല. അപ്പം അങ്ങനെ ഈ ഒരു ഡയറക്ടറിൻ്റെ റിപ്ലൈയും കൂടെ കേട്ടപ്പോൾ ഗോപാലിന് വല്ലാത്ത വിഷമം തോന്നി. ഒപ്പം പേടിയും, ഉള്ളിലുള്ള ആ പേടിയും എല്ലാം കൂടെ ആ ഒരവസ്ഥയിലാണ്. ആൻഡ് ഹീ ഈസ് ടോൺ ബിറ്റ്വീൻ ഹിസ് ഫിയർ ഓഫ് ദി അസ്ട്രോളജേഴ്സ് പ്രഡിക്ഷൻ ആൻഡ് ദ റിയാലിറ്റി ഓഫ് ഹിസ് പ്രൊഫഷണൽ ഒബ്ലിഗേഷൻ. അപ്പോൾ അസ്ട്രോളജറിൻ്റെ ആ പ്രഡിക്ഷനും ഉണ്ട്, ഒപ്പം ആ പ്രൊഫഷനിൽ അയാൾ ചെയ്യാൻ പോകുന്ന ആ ഒരു റോളും, ഇത് രണ്ടും ഗോപാലിനെ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലാണ് ആ ഒരു നിമിഷം. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഗോപാൽ എന്ന കഥാപാത്രം കടന്നു പോകുന്നത്. ആൻഡ് ഗോപാൽ റിയലൈസസ് ദാറ്റ് refusing to perform the scene could result in losing his job. അപ്പോൾ ഈ റോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഗോപാലിൻ്റെ ജോലി എന്താവും, നഷ്ടമാവും, അയാൾ ഡയറക്ടർ പുറത്താക്കും. അപ്പോൾ അത് എന്ത് ചെയ്യും, അയാളുടെ ഇൻകമിനെ ബാധിക്കും, ഫാമിലിക്ക് അതൊരു പ്രോബ്ലം ആവും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഗോപാൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഹി ഡിസൈഡ്സ് ടു പെർഫോം ദ സീൻ ഡെസ്പൈറ്റ് ഹിസ് ഫിയേഴ്സ്. പേടി ഉണ്ടെങ്കിലും അയാൾ ആ സീൻ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹി റേഷണലൈസസ് ദാറ്റ് ദിസ് സൂപ്പർസ്റ്റിഷൻ ഷുഡ് നോട്ട് കൺട്രോൾ ഹിസ് ലൈഫ്, ദാറ്റ് ഹി മസ്റ്റ് ഫേസ് ഹിസ് ഫിയേഴ്സ് ടു മെയിൻറ്റെയിൻ ഹിസ് ലൈവ്ലിഹുഡ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആ ഒരു ഫിയർ, ആ പേടിയെ എന്ത് ചെയ്യണം, അത് ഫേസ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു നിമിഷം വന്നു. ഗോപാൽ പെർഫോംസ് ദ ഡെത്ത് സീൻ വിത്ത് എ സെൻസ് ഓഫ് റെസിഗ്നേഷൻ ഫേറ്റലിസം. അത് ഒരു വിധിയായിട്ട് അയാൾ വിചാരിക്കുകയും അങ്ങനെ ആ സീൻ ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹി ടു ഹിസ് സർപ്രൈസ് ഹി കംപ്ലീറ്റ്സ് ദ പെർഫോമൻസ് വിത്തൗട്ട് ഇൻസിഡൻറ്റ് ആൻഡ് ദ ഡേ എൻഡ്സ് ഇവൻറ്റ്ഫുള്ളി. അയാൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു റോൾ ചെയ്യാൻ പറ്റി. ആ ദിവസം ഒന്നും സംഭവിക്കാതെ അവസാനിക്കുകയും ചെയ്തു. ആൻഡ് ദിസ് ആൻറ്റി ക്ലൈമാറ്റിക് റെസൊല്യൂഷൻ സെർവ്സ് എസ് ദ സ്റ്റോറീസ് ആൻറ്റിഡോട്ട്. അപ്പോൾ ആ ഒരു സീൻ അയാളുടെ ലൈഫിലൂടെ ഒന്നും സംഭവിക്കാതെ തന്നെ കടന്നുപോയി. ഇയാൾ അങ്ങനെ മരിക്കുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ റിയൽ ലൈഫിൽ ഇയാൾക്കൊന്നും സംഭവിച്ചതും ഇല്ല. അപ്പോൾ ഒരു അസ്ട്രോളജറുടെ പ്രഡിക്ഷൻ കാരണം അത് എപ്പോഴാണോ അയാൾ ആ പ്രഡിക്ഷൻ കേട്ടത് അന്ന് മുതൽ അയാൾ ഒരു സമാധാനവുമില്ലാതെയാണ് ആ നിമിഷം വരെയും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോലി വരെ നഷ്ടമാവും എന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഗോപാൽ എന്ന ക്യാരക്ടർ ആ ഒരു റോൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെ വെറും സൂപ്പർസ്റ്റിഷ്യൻസ് ആണ്, നമ്മുടെ അന്ധവിശ്വാസങ്ങളാണ് എന്ന ആ ഒരു തിരിച്ചറിവ് അതിലൂടെ ഗോപാലിനും ഉണ്ടായി. ഒപ്പം റീഡേഴ്സിനും ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് ആർ കെ നാരായൺ ഈ സ്റ്റോറിയിലൂടെ ചെയ്യണത്.
അപ്പോൾ ഇതാണ് ആൻറ്റിഡോട്ട് എന്ന RK നാരായണൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സമ്മറിയും കേൾക്കുക, ഒപ്പം ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ അനാലിസിസും കൂടെ അതിൻ്റെ ഒപ്പം വായിച്ചു പോവുക. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ടെക്സ്റ്റിലുള്ള ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അത് കൂടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ എന്താണ് ആൻറ്റിഡോട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, സ്റ്റോറി എവിടെയാണ് സെറ്റ് ചെയ്ത്, ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ അനാലിസിസും അതുപോലെ സമ്മറിയും നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അതും തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും വരുന്നത്. അത് അസൈൻമെൻറ്റ്സിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിൽ ഹൗ ഡസ് RK നാരായൺ യൂസ്ഡ് ഹ്യൂമർ ടു അഡ്രസ് ദ തീം ഓഫ് സൂപ്പർസ്റ്റിഷൻ ഇൻ ദ ആൻറ്റിഡോട്ട്. ആൻറ്റിഡോട്ടിൽ എങ്ങനെയാണ് RK നാരായൺ ഹ്യൂമർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹ്യൂമർ യൂസ് ചെയ്തിട്ടുള്ള ഈ ഗോപാൽ എന്ന കഥാപാത്രവും അയാളോട് അസ്ട്രോളജർ നടത്തിയ പ്രഡിക്ഷനും ഒപ്പം അയാൾക്ക് അതേ രീതിയിലുള്ള ഒരു റോൾ അഭിനയിക്കേണ്ടതായിട്ട് വരുന്നതും അതുകൊണ്ട് പേടിച്ച് അയാൾ ജീവിക്കുന്നതും ആ റോൾ സീൻ തന്നെ മാറ്റാൻ ഡയറക്ടറോട് ആവശ്യപ്പെടുന്നതും ഒക്കെ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗോപാൽ എന്ന ഒരു ക്യാരക്ടറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെയുള്ള ക്യാരക്ടറാണ് ഈ ഗോപാൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് അതോറിറ്റേറ്റീവ് ഡിമാൻഡർ. എങ്ങനെയുള്ള കഥാപാത്രമാണ് ഇതിൽ ഈ ഒരു ഡയറക്ടർ എല്ലാവരെയും അനുസരിപ്പിക്കുന്ന, ആരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, പിടിവാശിയും ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ് ഡയറക്ടർ. ഇനി ഡിസ്കസ് ദ റോൾ ഓഫ് അസ്ട്രോളജേഴ്സ് പ്രഡിക്ഷൻ. ഗോപാലിൻ്റെ ആ സൈക്കോളജിയെ എങ്ങനെയാണ് അസ്ട്രോളജറുടെ പ്രഡിക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ സൈക്കോളജിയെ അത് മാറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ആൻറ്റിഡോട്ട്, വാട്ട് ഡസ് ദി ആൻറ്റി ക്ലൈമാറ്റിക് റെസൊല്യൂഷൻ ഓഫ് ഗോപാൽസ് ഫിയർ. എങ്ങനെയാണ് ഗോപാലിൻ്റെ ആ ഫിയർ മാറിയതെന്ന് വെച്ചാൽ ആ ഒരു ഫിയറിലൂടെ അയാൾ എങ്ങനെ കടന്നുപോയി, എങ്ങനെയാണത് അവസാനിക്കുന്നത്, ആ ആൻറ്റി ക്ലൈമാറ്റിക് സീൻ എന്താണ്. ഇത്രയാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എക്സാമിനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചിട്ട് ഈ ഓഡിയോയും കേൾക്കുക, ഒപ്പം ടെക്സ്റ്റും നല്ലതുപോലെ വായിക്കുക. ഓക്കെ, താങ്ക് യു.